കോട്ടഗിരി 22 കിലോമീറ്റർ ഇവിടുന്ന്. സിംസ് പാർക്ക് അല്ലേ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ്. ഒരു സിറ്റിയാണ് കേട്ടോ ഇവിടുത്തെ ബസ്സുണ്ട്. ഇവിടെ വരുമെന്ന് പറഞ്ഞത് ഊട്ടിയിലേക്കുള്ള ബസ്. ഗൈസ് ഞങ്ങൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്ത ഹോട്ടലാണ് കേട്ടോ, ഹോട്ടൽ എമറാഡ്. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ നമുക്ക് ഇതിനെ ഹോട്ടൽ കിട്ടി. സീസൺ അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമുണ്ട്. 4 പേർക്കൂടെ നല്ല റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റൂമൊന്ന് കാണിക്കാം. ഒരു ചെറിയ ഹോള്, അത് കിച്ചണൊക്കെ വേണമെങ്കിൽ നമുക്ക് വേറെ പേ ചെയ്യണം. വേറെ നമ്മുടെ റൂമ്. കേട്ടോ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ. ഒരു ബാത്റൂമും നോർമൽ റൂമായിരുന്നു കേട്ടോ. ഹോട്ടലിൽ നിന്ന് പുറത്തോട്ട് കാണുന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. സമയം 8 മണി കഴിഞ്ഞു. നമ്മൾ ചെക്കൗട്ട് ചെയ്യുവാണ്. കുറച്ച് ലേറ്റായി. ഇന്നത്തെ പോലെ ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു കസിൻസ്. ശരിയാണോ? ഓക്കെ കേട്ടോ. ഇവിടെ കിച്ചൺ ഡൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷൻ ഒരു ദിവസം നമ്മൾ ഊട്ടിയിൽ സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എന്നോട്ട് പോകണം ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. വയനാടാണ് ഒരു ഐഡിയ ഇല്ല, തീരുമാനിച്ചിട്ടില്ല. നമ്മൾ സ്റ്റേ ചെയ്ത ഹോട്ടലാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. രാവിലെ തന്നെ, രാത്രി നല്ല തണുപ്പായിരുന്നു. അപ്പം വണ്ടിയൊക്കെ സെറ്റ് ചെയ്തു. ഇനി പോവാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. ആ ഇഡലി നല്ല ആവോ? പിന്നെ ഞങ്ങളുടെ റൂമിന് പുറത്തോട്ടുള്ള കാഴ്ചകളാണ്. കണ്ണിലോട്ട് അടിക്കുന്ന കേട്ടോ. രാവിലെ ഒരു പ്രകൃതി ഭംഗിയായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെയധികം ആൾക്കാർ പട്ടി എത്തിയിട്ടുണ്ട്. ചിലർ പട്ടി എത്തിയിട്ടുണ്ട്. ചിലർ പോക്കറ്റൊക്കെ ആയിട്ട് നടക്കുന്നു. ചിലർ എന്തിനോ വേണ്ടി നടക്കുന്നു. ചിലരുടെ വഴി കിടക്കുന്നു. ഇതാണ് ഊട്ടിയുടെ ബീട്രൂട്ടാണ് കേട്ടോ കാണുന്നത് മൊത്തം. നല്ല ടേസ്റ്റ് കേട്ടാ. ബീട്രൂട്ടിന്റെ ചോപ്പറ കളറുണ്ടല്ലോ. പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നീ പറഞ്ഞ അതല്ലോടാ. നമ്മുടെ അങ്ങോട്ട് കൊണ്ടുപോകണേ. അവിടെ ചവിട്ടി എടുത്തോണ്ട് പോകുന്ന പോലെ. ഇത് കർണാടക ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തുന്ന ഗാർഡനാണ് കേട്ടോ. ഒരു ഇത്ര വർഷത്തേക്ക് ഏറ്റെടുത്ത് നടത്തേക്കുന്നതാണ്. പക്ഷേ രാവിലെ ഇത് ഓപ്പൺ ആയിട്ടില്ല. ഞങ്ങൾ എന്തായാലും ജസ്റ്റ് ഒന്ന് സെൽഫി ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി. ഏകദേശം നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഈ റോഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി താപ്പോട്ട് പോകുന്നിടത്ത് മൊത്തം ബീട്രൂട്ടിൻ്റെ കൃഷി. ഇവിടെ തേയില, അതിൻ്റെ അപ്പുറത്ത് ക്യാരറ്റ്. ഇവിടെ എല്ലാം സെറ്റ് ചെയ്യാനുള്ള പുതിയ ഇവിടെ കിലുക്കം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലോ, അതിനകത്ത് ആണെങ്കിൽ തിലകൻ താമസിക്കുന്ന വീടുണ്ടല്ലോ, അത് ഇതിനകത്താണ്. ശരിക്കും ഇതൊരു ഹോട്ടലാണ്. ഇവിടെ നിന്ന് അകത്തോട്ട് പോയാൽ മതി കേട്ടോ. ഇത് ഹോട്ടലാണ്. നമ്മളാണെങ്കിൽ പാസും കാര്യങ്ങളൊക്കെ എടുക്കണം. ഓക്കെ എന്നാൽ ഇഡലി കടയിൽ പോവല്ലേ? ഇഡലി കടയിൽ പോകണോ? ഇതാണ് ഊട്ടി പട്ടണം. നമ്മൾ രാവിലെ മോളിൽ പോയത് കണ്ടല്ലേ?
ഇന്നലെ നമ്മൾ അങ്ങോട്ട് അടുത്ത് കണ്ടായിരുന്നല്ലോ. അതെവിടാ? അതേ റൂട്ട്, അത് അവിടെ നിന്ന് റൈറ്റ്. അവിടെ ഇവിടെ ഉണ്ട് പൂരി സാധനങ്ങളൊക്കെ നോക്കിയാണ്. കുട്ടി റെസ്റ്റോറൻറ്റ്. പൂരി കഴിക്കുന്നത് സെറ്റ് ആവത്തില്ല. പൂരി പ്രശ്നം കേട്ടോ. പൂരി തിന്നു കഴിഞ്ഞാൽ എന്നാ പിന്നെ രാവിലെ നമ്മൾ ഇന്നാളെ 2 പപ്സും ചായ കുടിച്ചാൽ അവിടുന്ന്. അതാണെങ്കിലും മതി അല്ലേ? അന്നാ വിട്ടോ, വണ്ടി വിട്ടോ, നോക്കണ്ട. ഊട്ടി എത്തിയിരിക്കുന്നു. എവിടെ അങ്ങോട്ട് പോണ്ട? വയനാടെത്തോ? വയനാട് കുറച്ച് മല്ലിപ്പൂ മേടിച്ചാലോ? മല്ലിപ്പൂ വെച്ച് 2 റൗണ്ട് അങ്ങ് ഇറക്കിയാലോ? കിട്ടും. കടലെടുത്തല്ലേ എലി ഇന്നും ഉണ്ടോ കേട്ടാന്ന് ചോദിക്കാം. വീഡിയോ എടുക്കുന്നുണ്ടോ? വീഡിയോ എടുക്കുന്നുണ്ട്. മാപ്പിട്ടിട്ട് കറങ്ങും. കേരള റെസ്റ്റോറന്റ് കേരള റെസ്റ്റോറന്റ് ഓപ്പൺ ആണോ? കേരള റെസ്റ്റോറന്റ് എന്റെ മോനെ കേരള റെസ്റ്റോറന്റ് ഓപ്പൺ ആണ്. അറിയത്തില്ല. നിങ്ങളുടെ മലയാളി ഹോട്ടലുണ്ട് ഇവിടെ. മലയാളി ചേട്ടനാണ് കേട്ടോ ഇവിടുത്തെ. ഊട്ടി ജംഗ്ഷനിൽ നിന്ന് കാണുന്ന ഈ ഹോട്ടലാട്ടോ. നല്ല ചെറിയ ഹോട്ടലാണെങ്കിൽ നല്ല ഫുഡ് കിട്ടും. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോവാണ്. നല്ല ചൂട് ഉഴുന്നവടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നരബലി, 20 കഷണം, 2 കുഴി. വേറെ എന്തൊക്കെ നടന്ന വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ചെറിയ വെള്ളപ്പൊക്കം. 2 വീടിന്റെ മുകളിലൊക്കെ കയറുന്ന വെള്ളപ്പൊക്കം. തിരക്ക് വരാൻ കാര്യം എന്താ? തിരക്കെന്താ അല്ല മാറ്റിയില്ലല്ലോ. ചില സ്ഥലങ്ങളിൽ കുഴപ്പമില്ലായിരിക്കും. നമ്മളങ്ങ് എടക്കൽ ഗുഹ വന്നു കേട്ടോ. എടക്കൽ കേവ്സ് എത്തി. ബത്തേരിയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ എടക്കൽ കേവ്സിലേക്ക്. ഓക്കെ, ഇനി എടക്കൽ കേവ്സിലെ കാര്യങ്ങളും കാണാം. എനർജി Is it like the way completely is like this? അപ്പൊ എങ്ങനെ ഇരിക്കുന്നു? പറ്റില്ല. ഇവിടുന്ന് 3 കിലോമീറ്റേഴ്സ് ഒക്കെ നടക്കണമെന്ന് പറയുന്നത്. അറിയത്തില്ല. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇടയ്ക്കൽ ഗുഹ. എപ്പോഴാ കുഞ്ഞു നോക്കി അതെടുത്ത് ഫോട്ടോ എടുത്ത് ഈ സാധനം പഠിച്ചോണ്ട് പോയി. എന്ത് ഇടയ്ക്കൽ ഗുഹ? അയ്യോ എന്ത് 3D പാർക്കോ? എന്ത് സംഭവം? Available, sir. No waiting. One show start now. Seat available. The Pakka company under theatre, sir. No 5D, 7D theatre. Nahi it's a 12D theatre. Only 100 rupees ticket charging. Your cities are charging 300, 400, 70, 90 theatre. The 12D only 100 rupees ticket charging. ഗൈസ്, അങ്ങതോ ആ പാറയെ കാണുന്നിടത്താണ് പോകണം എന്നാണ് പറയുന്നത്. കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ നല്ല കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ സാധനങ്ങളും വാങ്ങാനും ചോക്ലേറ്റ് വാങ്ങാൻ അങ്ങനത്തെ കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ നടക്കുന്ന കാര്യമാണ് സീന്. മെഴിയും താപ്പോടെ സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. നൈസായിരുന്നു. 3 കിലോമീറ്റേഴ്സ് അടുത്തുണ്ടെന്നാണ് പറഞ്ഞത് ഇടയ്ക്കൽ ഗുഹയ്ക്ക്.